ഞങ്ങളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഖബറിങ്ങൾ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ ഹുമ്മി, അസ്സലാമു അലൈക്കും യാ ഹബി എന്ന് സലാം ചൊല്ലിക്കൊണ്ട് ഞങ്ങളെ ഖബർ സിയാർത്ത് ചെയ്യുന്ന നല്ല സ്വാലിയായ മക്കളാക്കി ജനിപ്പിക്കണം അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ എല്ലാവരും ഗൾഫിലേക്കും മറ്റും വിമാനമാർഗം സഞ്ചരിക്കുന്നവരാണ്. ഞങ്ങൾക്കാർക്കും വിമാന അപകടം നീ പ്രദാനം ചെയ്യില്ല റബ്ബേ. വിമാനത്തിൽ വെച്ച് കത്തിച്ചാമ്പലായി ആളെ തിരിച്ചറിയാത്ത മരണം നീ ഞങ്ങൾക്ക് തരില്ല അല്ലാഹ്. ഞങ്ങളെല്ലാവരും വാഹനം ഓട്ടുന്നവരാണ്, വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, റോഡ് മുറിച്ചു കിടക്കുന്നവരാണ്. ഞങ്ങൾക്കാർക്കും ആക്സിഡന്റ് മരണം നീ ഒരിക്കലും പ്രദാനം ചെയ്യില്ല. അസ്സലാമു അലൈക്കും. ഇത് 900 വർഷം പഴക്കമുള്ള ഒരു മക്കാമാണെന്നുള്ളതാണ് ഈ മനുഷ്യൻ അവിടെ പറയുന്നത്. മൂപ്പരിങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോ ഞാനും കരുതി അള്ള മരിച്ചോന്ന്. കാര്യം ഒരു ജാറം, വലിയൊരു ജാറം, വെള്ളിക്കാട് ജാറം, അതിന് കമ്പിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ഈ കൂറത്തങ്ങളുടെ ഇതിനിപ്പോ കമ്പിവരെയൊക്കെ ഇട്ടിക്കണല്ലോ, അതുപോലുള്ള സിസ്റ്റമൊക്കെ വെച്ചിട്ടുള്ള, എന്നിട്ട് അവിടെ പോയിട്ടാകുമ്പോ കവുന്ന് കിടന്നിട്ട് അങ്ങനെ തേടുകയാണ്. അള്ളഹാനോട് ചോദിക്കാൻ എന്തിനാണ് മോലേരെ ഈ മയ്യത്ത്, അല്ലേ? അവിടെ മയ്യത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കഥയാണ്. 900 വർഷം പഴക്കമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ മയ്യത്ത് വ്യാപാരം കൊണ്ട് ഏറ്റവും ഗുണം കിട്ടുന്നത് കന്നുകാലികൾക്കാണ് എന്നുള്ളതൊക്കെ അയാൾ തന്നെ പറയുന്നുണ്ട്. ആ ജാറത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം കേട്ടിട്ട് വരാം നമുക്ക്. ഈ മക്കാമ് 900 വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ മഹാൻ ഇവിടെ മരിച്ചു കിടന്നിട്ട് ഇവിടെ അടുത്ത് ഒന്നും ഒരു 4 മൈൽ 5 മൈൽ അപ്പുറമൊന്നും പുരകൾ വീടൊന്നുമില്ല, അത് കാടായിരുന്നു. ഈ മഹാൻ കാട്ടിൽ മരിച്ചു കിടക്കായിരുന്നു. ഈ വീട്ടിലുള്ള 4 മൈൽ അപ്പുറമുള്ള വീട്ടിലുള്ള പശുക്കളെ, നാൽക്കാലികളെ വിട്ടയക്കും. അവറ്റങ്ങൾ വൈകുന്നേരമാവും വീട്ടിലെത്തും. ഒരാഴ്ചയായിട്ടും നാൽക്കാലികളെ കാണാതായപ്പോൾ ഇവിടെ വന്ന ആളുകൾ നോക്കുമ്പോൾ ഈ മഹാന്റെ ചുറ്റുവട്ടത്തും നാൽക്കാലികൾ കണ്ണുനീര് ഒലിച്ച് കിടക്കുകയാണ് കണ്ടത്. അങ്ങനെയാണ് ഈ മഹാനെ ഇവിടെ മറവ് ചെയ്യപ്പെട്ടത്. ഇദ്ദേഹം യമനിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത്. മമ്പുറം തങ്ങൾ, മടവൂര്, ബീരാൻ അവലിപ്പാപ്പ, കാര്യപ്പെട്ട എല്ലാ മഹാന്മാരും ഇവിടെ സിയാറത്തിന് വരാറുണ്ട്. ഇവിടെ നാൽക്കാലികൾക്ക് പ്രത്യേകമായ മരുന്നുകളാണ്. ഈ വളപ്പിലുള്ള മരുന്നുകളെല്ലാം നാൽക്കാലികൾക്കുള്ള ഈ ഒരു പുല്ല്, ചെടികൾ, ഇതിലുള്ള എല്ലാം മരുന്നും നാൽക്കാലികൾക്ക് ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോയാൽ മാറാത്ത രോഗങ്ങൾ ഇവിടുത്തെ ഈ മരുന്ന് കൊണ്ട് മാറിക്കിട്ടുന്നുണ്ട്. പുല്ല് കഴിച്ചാൽ നാൽക്കാലിയൊക്കെ കൊണ്ടുപോയിട്ട് പുല്ല് എണ്ണ കൊടുക്കും, വെള്ളം കൊടുക്കും, ഈ പുല്ല് കൊടുക്കും. അത് കൊണ്ടുപോയാൽ നാൽക്കാലികൾക്ക് എന്ത് ഔദ്യോഗികമായാലും എന്ത് അസുഖമായാലും അത് മാറിക്കിട്ടുന്നുണ്ട്. പിന്നെ ചാപ്പനങ്ങാടി വാപ്പുശ്ശേരിയർ ഇവിടെ റിയാദയ്ക്ക് ഇരുന്ന ആളായിരുന്നു. ചാപ്പനങ്ങാടി വാപ്പുശ്ശേരിയരെ ഇവിടുന്ന് പെട്ടെന്ന് കാണാനില്ലാതായി. അന്ന് ഇവിടെ വണ്ടി വാഹനമൊന്നുമില്ല, റോഡൊന്നും ഇല്ലാത്ത കാലത്താണ്. പിന്നെ വാപ്പുശ്ശേരിയർ അജ്മീറിലാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അങ്ങനത്തെ സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു പുൽപ്പരായിരുന്നു ആദ്യം. അപ്പോൾ കുറച്ചു കാലമായിട്ടുള്ളൂ വാർപ്പായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിനെ, ഒരു സർപ്പത്തിനെ എപ്പോഴും, വലിയൊരു സർപ്പത്തിനെ എപ്പോഴും കാണലുണ്ട്. അത് മക്കാമിന്റെ മേലെ നീളത്തിൽ ഇങ്ങനെ കിടക്കും ചില നേരത്ത്. അങ്ങനെ ആണ് ഇവിടുത്തെ ചരിത്രങ്ങൾ. പിന്നെ ഇവിടെ രാത്രി ഇരുന്നാൽ ഈ ജിന്നുകളെ കേന്ദ്രമുള്ള സ്ഥലമാണ്. സലാത്ത് മഗ്‌രിബിക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ മാത്തൂർ ഉസ്താദിന്റെ ഇജാസത്ത് പ്രകാരമുള്ള സലാത്ത് നടക്കുന്നുണ്ട്. മാത്തൂർ ഉസ്താദിന്റെ, ചെമ്പലങ്ങാട് ഉസ്താദിന്റെ അസ്മാഉൽ ഹുസ്ന എന്ന റാത്തീബ് നടക്കുന്നുണ്ട്. അതിനൊക്കെ ജനങ്ങൾ ഇവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട്. ഒരു 1.5 കിൻഡൽ അരി എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വെച്ചിരുന്നു. കൊറോണ വന്ന് ഇതിന്റെ ശേഷമാണ് കുറച്ച് ആൾ കുറഞ്ഞത്. ഇപ്പോഴും ആളുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒരു 50 കിലോ അരി ഇപ്പോഴും വെക്കുന്നുണ്ട്. ഇത് കാഞ്ഞിരപ്പള്ളി പൊന്മള പഞ്ചായത്ത്, കാഞ്ഞിരപ്പള്ളി മക്കാം. നമ്മളെ ഈ വലിയറമ്പ് കുറച്ച് പോന്നിട്ട് കോട്ടക്കൽ വന്നാൽ ചാപ്പനങ്ങാടി പെരിന്തൽമണ്ണ റൂട്ട് ബസ്സിൽ കയറിയാൽ വലിയറമ്പ് ഇറങ്ങിയാണ്. പിന്നെ ഇവിടെ ഈ ശൈത്താന്റെ ഷാറ് ബാധിച്ച ആളുകൾ, ശൈത്താന്റെ ഉള്ളിലൊക്കെ ഇവിടെ വന്നാൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കേസുകളകലും പൂക്കലും വായലും ഒക്കെ എല്ലാ ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. ബാപ്പുശ്ശേരിയെ ദിക്കറിൽ കൊടുത്തിട്ടുണ്ട്. ബാപ്പുശ്ശേരിയിട്ട പേരാണ് അബ്ദുല്ലയ്യ്. 900 വർഷം പഴക്കണ്ടെന്നാ പറഞ്ഞു. ആളുകൾ അറിഞ്ഞു വരും. ഒരു കാട്ടിന്റെ ഉള്ളിലാവുമ്പോൾ ആളുകളൊന്നും അറിയില്ല. ഇപ്പൊ ഏകദേശം ആളുകൾ കാഞ്ഞിരപ്പള്ളി മക്കാം. കേട്ടില്ലേ പ്രിയമുള്ളവരെ? ഇതുപോലെയുള്ള ഈ ജാറ വ്യവസായവുമായിട്ട് ഇവര് നടക്കുന്നത് പൈസക്ക് വേണ്ടി മാത്രമല്ലേ?
ഇപ്പോ അവിടെ ചെല്ലുന്ന ആളുകളുടെ രോഗം ശിഫയാകണം, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള പ്രശ്നങ്ങൾ തീരണം, അവിടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതൊക്കെ പറയണ്ട, അതേപോലെ വിമാനത്തിൽ പൊട്ടിത്തകർന്ന് വീഴരുത് എന്നൊക്കെ പറയണ്ടേ, എന്താവട്ടെ, അതുപോലെയുള്ള ആളുകളുടെ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണോ, അതിന് വേണ്ടി മാത്രമാണോ ഇവർ ഈ സ്ഥാപനവുമായിട്ട് ഈ ബിസിനസ്സുമായിട്ട് നടക്കുന്നത്? അല്ല, അവർക്ക് പണം ഉണ്ടാക്കണം. ഇത് ഒരു ബിസിനസ് മാത്രമാണ്. ഈ ബിസിനസ് കൂടാരങ്ങളിൽ പോയിട്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ നിന്നു കൊടുക്കാതിരിക്കുക എന്നൊരു മെസ്സേജാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അതിന്റെ പിന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.